നമസ്കാരം. പ്രേക്ഷകരുടെ മുമ്പിലേക്ക് മറ്റൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വരുന്നത്. നമുക്കറിയാം, ഫിയോക് തിയേറ്റർ ഉടമകൾ പ്രഖ്യാപിച്ച സമരം, മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നുള്ള സമരം നാളെ മുതൽ ആരംഭിക്കുകയാണ്. അവസാന ചിത്രമായ മഞ്ഞുമേൽ ബോയ്സാണ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഇനി സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നാണ് ഫിയോക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് 22-ാം തീയതി മുതൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു വിജയകുമാർ. പിന്നീട് ഇരട്ടത്താപ്പ് നയത്തോടുകൂടി അത് മാറിയും മഞ്ഞുമേൽ ബോയ്സ് റിലീസ് എന്നാണെങ്കിലും അത് 23-ാം തീയതിയിലേക്ക് മാറ്റി. പിന്നീട് അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് സമരമുള്ളെന്ന് ഇരട്ടത്താപ്പ് നയം പറഞ്ഞ ഒരു വ്യക്തിയാണ് വിജയകുമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാൻ അവിടെ എത്തിയത് ഫിയോക്കിൻ്റെ ആളുകൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിമുഖം എടുക്കാൻ പോയപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മണ്ടനാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ മിസ്റ്റർ വിജയകുമാർ, ഞാനല്ല മണ്ടൻ, നിങ്ങളാണ് മണ്ടൻ എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. ഞാൻ ആ വാർത്ത പുറത്തു വിട്ടതിൻ്റെ പിന്നാലെയാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ വന്നുകൂടിയിരിക്കുന്നത്. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ താങ്കൾ എടുത്ത തീരുമാനം പുനർചിന്തനയിലേക്ക് എത്തിക്കേണ്ട നിലയിലേക്ക് എത്തിച്ചത് ഞാൻ എന്ന വ്യക്തിയാണ്. ഞാൻ അവിടെ വന്നില്ലെങ്കിൽ ഈ വാർത്ത പുറം ലോകം അറിയില്ല. അപ്പോൾ മണ്ടനാക്കാൻ എന്നെ നോക്കിയെങ്കിൽ മണ്ടനാകുന്നത് നിങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാർത്ത പറയുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ചർച്ചകൾ നടക്കുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായ വിജയകുമാർ കഴിഞ്ഞ വർഷങ്ങളായി പ്രസിഡൻ്റായി തുടർന്നു. ഇതിനു മുമ്പ് ചേംബറിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എന്തായാലും ഈ തീരുമാനങ്ങൾ എടുത്തപ്പോൾ വലിയ രീതിയിൽ ഒരു തിയേറ്ററിൻ്റെ ഉടമകൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം പോലെ ആകുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് എടുത്ത തീരുമാനത്തിൽ ഫിയോക്കിൻ്റെ ദീർഘകാല മെമ്പറും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ടൈമിൽ 4 വർഷമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന ബോബി ചായൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ബോബി അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ഈ സംഘടനയിലെ ഈ തീരുമാനത്തിൽ നിന്നും എതിര് നിൽക്കുകയും അദ്ദേഹം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഒരു കാരണവശാലും സമരവുമായി മുന്നോട്ട് പോകില്ല, നമുക്ക് സംസാരിച്ച് പരിഗണിക്കണം, തീരുമാനിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിനൊന്നും ഒരു വിലയും നൽകുക. അദ്ദേഹം സീനിയറാണ്, പല സംഘടനയുടെയും പ്രസിഡൻ്റായും സെക്രട്ടറിയായും അദ്ദേഹം നിന്ന് ഒരു വ്യക്തിയാണ്. ഫെഡറേഷൻ പിളർന്ന് വന്നപ്പോൾ അദ്ദേഹം ഫിയോക്കിലേക്ക് വരുമ്പോഴും പിളർന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ സമരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങൾ പറയും. എന്നാൽ ഗുണത്തിനും ദോഷത്തിനും താനില്ല എന്ന് അദ്ദേഹം അക്കമിട്ട് പറയുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അദ്ദേഹം വലിയ എതിർപ്പിലാണ്. ഇത്തരമൊരു തീരുമാനമെടുത്തതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. അദ്ദേഹം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് അദ്ദേഹത്തിനെ അന്വയിപ്പിക്കാൻ വേണ്ടി മറ്റ് ആളുകൾ ശ്രമിച്ചു എന്നൊക്കെയാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് ഈ ഫിയോക്കിൻ്റെ മുൻകാലത്തെ സെക്രട്ടറിയും ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റുമായ സോണി എന്തുകൊണ്ട് ഇപ്പോഴത്തെ മീറ്റിങ്ങിൽ വരുന്നത്? സോണി പറയുന്ന കാര്യങ്ങൾ തനിക്ക് പനിയാണെന്നൊക്കെ ന്യായമായി പറയുന്നുണ്ടെങ്കിലും സോണിയും ഇതിനെതിരാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ എതിരായ നിരവധി ആളുകൾ ഇതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സമരപ്രഖ്യാപനത്തിന് എതിരുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ യോഗത്തിൽ വിജയകുമാർ പറയുന്നതിനെതിരെ സംസാരിക്കാൻ ആരും അവിടെ ഒരു തൻ്റെ ഇടം കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്നത്. എന്നാൽ മാറി നിന്ന് എല്ലാവരും ഇവർ പറയുന്നത്, ഞാൻ പല ആളുകളുമായിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നതിൽ ശരിയായ നടപടിയല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അഭിമുഖം തന്നത് അത് തെറ്റായ കീഴ്വഴക്കമാണെന്നും പറയുന്നുണ്ട്. എല്ലാം വിജയകുമാർ തന്നെയാണ് എനിക്കും അഭിമുഖം തന്നത്. എന്തായാലും ഫിയോക്കിൻ്റെ സമരത്തിൻ്റെ വിജയം എത്രമാത്രം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണണം. ഫിയോക്കിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനുശേഷം ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും എനിക്കെതിരെയും അതോടൊപ്പം എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കുകയും ഞാൻ പിന്നീട് കയർത്ത് സംസാരിക്കും. സിയാദ് കോക്കർ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. സിയാദ് കോക്കർ ദീർഘകാലമായി പല സംഘടനയും തലപ്പത്തിരുന്ന വ്യക്തിയാണ്. പഴയ പ്രൊഡ്യൂസറാണ്. ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നു. എത്രയെത്ര നല്ല സിനിമകൾ ഈ തിയേറ്റർ ഉടമകൾക്ക് നൽകിയ ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും 23 കേസിലെ പ്രതിയാണെന്നും അദ്ദേഹത്തിന് പൗഡറൊക്കെ ഇട്ട് ഹീറോ ആക്കാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് പറയും. ഞാൻ ഹീറോ ആക്കാൻ തന്നെ ശ്രമിക്കും. നിങ്ങളെയും പൗഡർ ഇട്ട് ഞാൻ ഇരുത്തിയിട്ടുണ്ട്. നിങ്ങളും എൻ്റെ അഭിമുഖത്തിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല വിജയകുമാർ. ഞാൻ ഒരു വാർത്ത കണ്ടാൽ ആ വാർത്തയ്ക്ക് പിന്നിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് വിജയകുമാറിന് ഇപ്പോഴും മനസ്സിലായിക്കോ. വിജയകുമാർ, താങ്കൾക്കെതിരെ വാർത്ത വന്നാലും ഞാൻ ചെയ്യും, മറ്റുള്ളവർക്കെതിരെ വാർത്ത വന്നാലും ചെയ്യും. താങ്കൾക്ക് അനുകൂലമായ വാർത്ത വന്നാലും ഞാൻ ചെയ്യും, പ്രതികൂലമായ വാർത്ത വന്നാലും ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് വിജയകുമാർ. ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും സിയാദ് കോക്കറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസം ഇതിനുള്ളിൽ, ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. അത് വലിയ മോശമായ നിലയിലേക്ക് സിയാദ് കോക്കറിനെതിരെ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഫിയോക് സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായം വന്നിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു. അന്ന് മാധ്യമങ്ങൾ പറഞ്ഞതിന് ശേഷം ഇവർ ഇതുമായി ചർച്ച നടന്നപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ അത്തരമൊരു കാര്യങ്ങൾ വരുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതും നമുക്ക് കൃത്യമായി അറിയാം. എന്തായാലും മറ്റ് പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മറ്റ് സംഘടനകൾ, ഇപ്പോൾ ഫെപ്കെ ആണെങ്കിൽ ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്.
എത്തിയിട്ടുണ്ട്. ഫെഫ്ക പറയുന്നത് ഇപ്രകാരമാണ്: തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിൻ്റെ സമരപ്രഖ്യാപനം പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. മലയാള സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കില്ല എന്നാണ് ഫിയോക്ക് പറയുന്നത്. അത് അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധകരവുമാണെന്ന് ഫിയോക്ക് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. മലയാള സിനിമയോട് അതിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരോടും തൊഴിലാളികളോടും നടീനടന്മാരോടും മലയാള സിനിമയുടെ മഹത്തായ ചരിത്രത്തോടും മലയാള സിനിമയെ നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആസ്വാദകരോടും മാതൃഭാഷാ സ്നേഹികളോടും പൊതുസമൂഹത്തോടും കാട്ടുന്ന അവഹേളനമാണ്. അങ്ങേയറ്റം ഇത് ഖേദമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇത് പുനർപരിശോധിക്കണമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണനാണ് ഈ വാർത്താക്കുറിപ്പിൽ ഇറക്കിയത്. എന്തിനാണ് മലയാള സിനിമയോട് മാത്രം ഇത്ര പുച്ഛമെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് ഇവരെ മാറി ചിന്തിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവുമായി ഞാൻ സംസാരിക്കും. ഇടവേള ബാബു അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായി എന്നോട് പങ്കുവയ്ക്കുക. ഇടവേള ബാബു മൂവി വേൾഡ് മീഡിയയിലും മാത്രമാണ് അത്തരമൊരു കാര്യങ്ങൾ പറയുന്നത്. ഇദ്ദേഹവും പറയുന്നത് എന്താണ് ഈ മലയാള സിനിമയോട് മാത്രം ഇത്ര പുച്ഛം, എന്താണ് മലയാള സിനിമയെ മാറ്റിവെക്കുന്നതെന്ന് ഇടവേള ബാബു ചോദിക്കുന്നത്. ഇടവേള ബാബുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എന്തുകൊണ്ട് മലയാള സിനിമകൾക്ക് മാത്രം റിലീസ് അനുവദിക്കുന്നില്ല? ഒരു ചോദ്യമാണ്. ഫിയോക്കിൻ്റെ എതിർപ്പ് സംഘടനകളോടും അതോ സിനിമകളോടോ എന്ന് വ്യക്തമാക്കണം. ഫിയോക്കിൻ്റെ എതിർപ്പ് സിനിമയോടോ അതോ സംഘടനയോടാണോ എന്ന് വ്യക്തമാക്കണമെന്ന് ഇടവേള ബാബു പറയുന്നു. സമരത്തിലൂടെ പ്രശ്നങ്ങൾ അല്ല ചെയ്യേണ്ടത്, ചർച്ചയിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്ന് ഇടവേള ബാബുവും അക്കമിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫിയോക്ക് എന്ന സംഘടനയ്ക്കെതിരെ വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഫിയോക്കിനെതിരെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഫെഫ്ക എതിര് വരുന്നു, താരസംഘടന എതിര് വരുന്നു. അതിനപ്പുറത്തേക്ക് തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാറുമായി ഞാൻ ഫോണിൽ സംഭാഷണം നടത്തി. സുരേഷ് കുമാർ അറിയാം, വൈസ് പ്രസിഡൻ്റാണ്, എത്രയോ സംഘടന പ്രസിഡൻ്റായിരുന്നു, എത്രയോ നല്ല സിനിമകൾ മലയാള സിനിമ നൽകിയ വ്യക്തിയാണ് സുരേഷ് കുമാർ എന്ന് നമുക്കറിയാം. സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ചേംബർ 28-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കില്ല എന്ന് തന്നെ സുരേഷ് കുമാർ വ്യക്തമായി എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അതിൻ്റെ കാരണം വ്യക്തമാക്കിയത് ഇത്തരമൊരു സമരപ്രഖ്യാപനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സീനിയർ നിർമ്മാതാവും സീനിയർ കക്ഷിയുമായ സിയാദ് കോക്കറിനെതിരെ വിജയകുമാർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. വിജയകുമാറുള്ള ഒരു ചർച്ചയ്ക്കും നേതൃത്വം ഞങ്ങൾ വരില്ല. വിജയകുമാർ നേതൃത്വം നൽകുന്ന ഒരു ചർച്ചയ്ക്കും നിർമ്മാതാക്കളുടെ സംഘടനയോ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ സംഘടനയോ വരില്ല എന്ന് സുരേഷ് കുമാർ അക്കമിട്ട് തന്നെ പറഞ്ഞു. ഇത് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും വിജയകുമാറിനെ മാറ്റാതെ ഒരു ചർച്ചയ്ക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത്, ചേംബർ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ അവസാന വാക്കാണ്. സിനിമയുടെ എന്ത് പ്രശ്നമുണ്ടായും പരിഹരിക്കുന്ന ചേംബറാണ്. ഈ ചേംബറിൻ്റെ പ്രസിഡൻ്റാണ് ജേക്കബ്, അതോടൊപ്പം തന്നെ ട്രഷററാണ് വക്കച്ചൻ. ഇവർ രണ്ടുപേരും തിയേറ്റർ ഉടമകളാണ്. ഇവർ ഈ യോഗങ്ങളിലെല്ലാം പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം സമരം പ്രഖ്യാപിക്കുമ്പോഴും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വിളിച്ച് വാർത്താസമ്മേളനം നടത്തപ്പോഴും ഇവർ പങ്കെടുത്തിരുന്നു. അവിടെ ഒരു ചോദ്യം മുന്നേക്കുണ്ട്. ഈ ജേക്കബും ട്രഷറർ ഉൾപ്പെടെ വക്കച്ചൻ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ട് അവർ ഈ സമരം ഇപ്പോൾ പ്രഖ്യാപിക്കരുത്, നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം ഇവരാണ് ഈ ജേക്കബ് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് 22-ാം തീയതി ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അന്ന് ഈ സമരം പ്രഖ്യാപിക്കും 22-ാം തീയതി ചർച്ചയുണ്ടല്ലോ വിജയകുമാർ, അല്ലെങ്കിൽ അങ്ങനെ ചർച്ചയുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ സമരം പ്രഖ്യാപിക്കില്ല എന്നൊരു വാക്കുപോലും പറഞ്ഞില്ല എന്നൊരു ഖേദകരമായ കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചേംബറിൻ്റെ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനം. മറ്റ് രണ്ട് കാര്യങ്ങളൊപ്പം ഈ ഒരു കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ സെക്രട്ടറിയുമായി ഞാൻ അഭിമുഖം നടത്തിയിരുന്നു. രാകേഷ് കൃത്യമായി പറയുന്നു. രാകേഷ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത് മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയാണ് വിജയകുമാർ ഈ സമരം പ്രഖ്യാപിച്ചത്. കാരണം UFO ഉൾപ്പെടെയുള്ള ക്യൂബ് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ആണ് ഈ സമരം പ്രഖ്യാപിച്ചതെന്ന വാക്കാണ് പറഞ്ഞത്. ഒരിക്കലും സിയാദ് കോക്കറിനെതിരെയുള്ള ഈ ആരോപണം അംഗീകരിക്കാൻ കഴിയില്ല എന്നും രാകേഷും ഇന്നലെ പറയുകയുണ്ടായി. രാകേഷിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടതാണ്. വർഷങ്ങളായിട്ട് ഒരു സംഘടനയുടെ നിരവധി സംഘടനകളുടെ നേതാവും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന ആൾ ഇപ്പോഴും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റാണ്, സീനിയർ പ്രൊഡ്യൂസറാണ്. ഇദ്ദേഹത്തെക്കാൾ എത്രയോ കാലം മുമ്പ് വലിയ വലിയ തിയേറ്റർ നടത്തിയിരുന്ന ആളാണ്. അയാൾ വലിയ വലിയ തിയേറ്റർ എറണാകുളത്ത് നടത്തിയെന്നുള്ളവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രശസ്തമായ ഫാമിലിയിലുള്ള ആളാണ്. ഇതൊക്കെ ശരിയാണ്. ഈ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഈ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത്ര മോശമായിട്ട് സംസാരിക്കാൻ പറ്റും? മോശമല്ലേ?
അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ആരോപണങ്ങളുണ്ടാവാം, എല്ലാം. ഇതൊക്കെ ഒരു ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ പത്രക്കാരെയും പ്രതിനിധികളെ വിളിച്ചിരുത്തിയാണ് ഇത്ര വൃത്തികേടായിട്ട് സംസാരിക്കുന്നത്. മനസാക്ഷിയുള്ള ആരെങ്കിലും സംസാരിക്കുക, വളരെ മോശമാണ്. അപ്പോൾ ഈ ചേംബറിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കും ഈ പറഞ്ഞ സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് മാറ്റം നിർമ്മാതാക്കൾ അങ്ങനെ തയ്യാറാവും. അവരെന്ന് പറഞ്ഞ അങ്ങനെ ആരുമില്ല. ഒരു തിയേറ്ററിൽ, പുതിയതായി വരുന്ന ഒരു തിയേറ്ററിൽ 1K പ്രൊജക്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. പൈറസി ഉണ്ടാകാവുന്നത് മുഴുവൻ 1K പ്രൊജക്ടറിൽ നിന്നാണ്. അതിൽ നിന്ന് കോപ്പി എടുക്കാൻ സാധിക്കും. 1. 2, ക്വാളിറ്റി ഇല്ല. 12 ലക്ഷം രൂപ 13 ലക്ഷം രൂപയാണ് ആ പ്രൊജക്ടറിൻ്റെ വില. നല്ല ഹോം തിയേറ്ററുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ പ്രൊജക്ടറാണ് വാങ്ങിച്ചു വയ്ക്കുന്നത്. ഈ പ്രൊജക്ടർ വാങ്ങിച്ചു വെച്ച് സിനിമ കാണിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ അത് കുറേ തിയേറ്ററിലുണ്ട്. അവർ കളിച്ചോട്ടെ, അവരതിന് യാതൊരു ശല്യവും ഇല്ല, ബുദ്ധിമുട്ടുമില്ല. അത് ക്വാളിറ്റി ഇല്ലെങ്കിലും അത് നടന്നു പോട്ടെ. ഈ തിയേറ്ററിൽ ഇങ്ങനെ പുതിയതായി വരുന്ന തിയേറ്ററിലൂടെ ഇങ്ങനെ വെക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പം ഒരു മോഹൻലാൽ സിനിമ, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ 100 കോടി രൂപ എൻ്റെ ബഡ്ജറ്റ്. ഇത് 100 കോടി രൂപ ആളുകൾ പങ്കിട്ടെടുക്കുന്നതല്ല. അതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടി ക്യാമറ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്നതാണ്, എഫക്ട്സും മറ്റും എല്ലാം. അപ്പോൾ അത് നേരെ കാണാൻ തക്കവണ്ണമുള്ള തിയേറ്റർ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരെല്ലാം ഏത് പ്രൊജക്ഷനാണ്, ഏത് പ്രൊജക്ടറാണെന്ന് അന്വേഷിച്ച് സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല ക്വാളിറ്റി പ്രൊജക്ഷൻ വേണമെന്നുള്ളത് മിനിമം. വീടുകളിൽ വയ്ക്കുന്ന പ്രൊജക്ടർ വാങ്ങിച്ച് തിയേറ്റർ വെക്കുന്ന പരിപാടി ഇനി അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങൾ ആ പറഞ്ഞത് 1K ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. അല്ല, ഞങ്ങളുടെ കണ്ടന്റിന് സൂട്ടാകുന്ന ഇത് കണ്ടന്റ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരുപോലെയാണ്. ഇതാണ് ഇവർ സംസാരിക്കുന്നത് മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയാണ്. അവർക്ക് സൗകര്യം അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അവരുടെ ആളായിട്ടാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ഈ പോലെയുള്ള എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ സമരം എത്രമാത്രം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. അതിന് അപ്പുറമായി നിർമ്മാതാക്കളുടെ സംഘടനയുടെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു. സിയാദ് കോക്കറിനെതിരെ പറഞ്ഞ വാക്കുകൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ട്. ഇവർ അടുത്ത ദിവസം തന്നെ അടിയന്തരമായി യോഗം ചേർന്ന് തുടർ നടപടിയുമായി പോകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വലിയ തീരുമാനത്തിലേക്ക് പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഫിയോക്ക് സംഘടന രൂപീകരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ദിലീപും ചേർന്നാണ്. അവർ രൂപീകരിക്കുമ്പോൾ ഫെഡറേഷന് നേതൃത്വം നൽകിയ ലിബർട്ടി ബഷീറിന് എതിരെയാണ് ഇത്തരമൊരു സംഘടന രൂപീകരിച്ചത്. ഇപ്പോൾ പൊതുവെ പറയുന്നു ലിബർട്ടി ബഷീർ ആയിരുന്നു ഇതിലും മെച്ചം എന്ന് പറയുന്നു. ലിബർട്ടി ബഷീർ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനും അംഗീകരിക്കാനും മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ലിബർട്ടി ബഷീർ എന്ന് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ പറയുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തിയാണ്. എന്തായാലും ദിലീപും ഉൾപ്പെടെ ഉള്ളവർ, ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെ ഉള്ളവർ രൂപീകരിച്ച സംഘടനയിൽ സമരം പാടില്ല എന്ന് തീരുമാനമുണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ടുള്ളൊരു സമരമാണ്. എന്തായാലും ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ ഈ സംഘടനയിലില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കുറേ നാളുകളായി ആന്റണി പെരുമ്പാവൂർ ഇതിൻ്റെ രാജിക്കത്ത് നൽകുകയും അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. ഇവർ അംഗീകരിച്ചില്ല എന്ന് പറയുന്നത്. എന്തായാലും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി ഒത്തിരി സിനിമകൾ സംഭാവന ചെയ്ത ആന്റണി പെരുമ്പാവൂർക്കെതിരെ വിജയകുമാർ ഉൾപ്പെടെ ഉള്ളവർ എന്തോ ആരോപണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറിയത്. എന്തായാലും ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ സംഘടനയില്ല. ചെയർമാനായിട്ട് ഇപ്പോഴും ദിലീപുണ്ട്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരപ്രഖ്യാപനം ഫിയോക്കിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെയാണ് ദിലീപിൻ്റെ സിനിമ തങ്കമണി റിലീസിന് ഒരുങ്ങുന്നു, മാർച്ച് 7-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപനം വരുന്നത്. അതും ഫിയോക്ക് സംഘടനയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ആന്റണി പെരുമ്പാവൂരിൻ്റെ അടുത്തും ദിലീപിൻ്റെ അടുത്തൊക്കെ ഈ സംഘടനയിലുള്ള ഈ ഫിയോക്ക് സംഘടനയിലുള്ള മുതിർന്ന ഭാരവാഹികൾ ഇത് ചർച്ച ചെയ്ത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു സൂചനയും എനിക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിജയകുമാർ പറഞ്ഞ സിയാദ് കോക്കറിനെതിരെ ആരോപണം ഉന്നയിച്ചത് പിൻവലിക്കണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന അത് കൃത്യമായി ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിതരണക്കാരൻ്റെ സംഘടനയും സിയാദ് കോക്കറിനെതിരെ പറഞ്ഞ വാക്കുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ സിയാദ് കോക്കർ വിജയകുമാറിനെതിരെ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ഫിയോക്ക് സംഘടന രൂപീകരിച്ചപ്പോൾ വിജയകുമാർ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ കൈനീട്ടി കയറിയ ഒരു വ്യക്തിയാണ് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായിരിക്കാം വിജയകുമാറിനെ ചൊടിപ്പിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സമരം എത്രമാത്രം വിജയിക്കും, ഇനിയൊരു ഫിയോക്കിൻ്റെ ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ഫിയോക്ക് പിളർപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫെഡറേഷൻ വീണ്ടും ഒന്നും കൂടെ ജീവൻ വെച്ച് പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഞാൻ തള്ളിക്കളയുന്നില്ല. അത്തരം നിലയിലേക്കുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.